സംസ്ഥാനത്ത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഇതിനായി വിപുലമായിട്ടുള്ള കർമ്മ പദ്ധതികൾക്ക് KPCC നേതൃത്വം രൂപം നൽകി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അത് സംഘടനാ തലത്തിലെ പ്രവർത്തന മികവല്ല എന്ന തിരിച്ചറിവിനെ തുടർന്നാണ് കോൺഗ്രസിന്റെ ഈ പുതിയ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം സംഘടനാ തലത്തിലെ പ്രവർത്തന മികവ് കൊണ്ടല്ലെന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2019 വിജയാഹ്ലാദം പിന്നീടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയായെന്ന മുൻപാഠവും നേതൃത്വം കണക്കിലെടുത്തത്. അത് ഇത്തവണ ആവർത്തിക്കാതിരിക്കാൻ നേതാക്കൾ അമിതാലസ്യത്തിലേക്ക് പോകരുതെന്ന നിർദ്ദേശം യോഗത്തിലുയർന്നത്. ഇതിനു പുറമെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായി ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാനുള്ള കർമ്മ പദ്ധതി നേതൃയോഗത്തിൽ തയ്യാറായി. 3 ജില്ലകൾ വീതമുള്ള സോണുകൾ തിരിച്ച് മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകും. ആർക്കൊക്കെയാണ് ചുമതലയെന്നത് പിന്നീട് തീരുമാനിക്കും. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ സ്വന്തം ബൂത്തുകളിൽ പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ വാർഡ് കോൺഗ്രസ് UDF കമ്മിറ്റികളുടെ തീരുമാനത്തിന് മുൻഗണന നൽകിയാകണം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം. CUCകളുടെ രൂപീകരണം പൂർത്തിയാക്കണം. ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ടുകൾ നിലനിർത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചകൾക്ക് നേതൃത്വം തയ്യാറായേക്കും. അകന്നുപോയ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. News 18 തിരുവനന്തപുരം.